ലണ്ടൻ നഗരത്തിലൂടെ, അല്ല, ലണ്ടൻ സ്വർഗത്തിലൂടെ ഞങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. എവിടെ കണ്ടാലും ലണ്ടൻ സ്വർഗം. നരകത്തിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല. എന്നിരുന്നാലും 2-3 ധർമ്മക്കാരെ ഞങ്ങൾ കണ്ടു. അവർ കൈനീട്ടി യാചിക്കാൻ വരുന്നില്ല. ഒരു ബോർഡും എഴുതി താഴെ ധർമ്മത്തിനിരിക്കുന്ന ഒരാളെയും 2-3 പാട്ടുകൾ പാടി ധർമ്മം ചോദിക്കുന്നവരെയും കണ്ടു. അവരും യാചകന്മാരായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് കടകളാണ്. എവിടെ നോക്കിയാലും കടകളാണ്. ഈ കടകളെല്ലാം നമുക്ക് കയറാം. അമാന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല. വലിയ ആൾക്കാർ കയറുന്ന കടയിൽ നമുക്കെന്ത് കാര്യം എന്ന് ഒരിക്കലും കരുതണ്ട. ഞാൻ ഇതിലെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസികളെ ഓർത്തു. അവരുടെ വിശ്വാസം സ്വർഗത്തിൽ പോകാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, കയ്യിലിരിക്കുന്ന കാശുകളെല്ലാം നേർച്ചപ്പെട്ടിയിൽ ഇടുക. എന്നിട്ടോ ദൈവം പാസ്പോർട്ടും വിസയും നൽകുമ്പോൾ വീണ്ടും പള്ളിയിലെ ഫോട്ടോയായി. ഞങ്ങൾക്ക് ഇപ്പോൾ സ്വർഗം വേണ്ട, കുറച്ച് നാളും കൂടി ഭൂമിയിൽ ജീവിക്കണം, അതിന് വീണ്ടും കയ്യിലെ പൈസ അവിടെ കൊടുക്കും. എന്നിട്ടും ആ ദൈവം പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ അവർ വീണ്ടും ഓടും ആശുപത്രികളിലേക്ക്. എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാ ലിബർട്ടി ഷോപ്പ്. ഇത് വളരെയധികം എക്സ്പെൻസീവ് സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. നമ്മുടെ നാട്ടിൽ 1000 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്ന സാധനം ഇവിടെ 5000 രൂപയാവും. 5000 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്ന സാധനം ഇവിടെ 50,000 രൂപയാവും. ഇതാ ഒരു പ്രകടനം കാണാം. ആ പ്രകടനം കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം. ബ്രിട്ടനിൽ ഒരു പ്രകടനം കണ്ടില്ലേ? ഹമാസിന് എതിരല്ല, പാലസ്തീന് അനുകൂലം. പാലസ്തീനെ അനുകൂലിക്കുന്നത് ഹമാസിനും അനുകൂലം തന്നെയല്ലേ? അവിടെ വേണ്ടിയിരുന്നത് ഹമാസിനെ തച്ചുടച്ച്, അവിടുത്തെ ഭരണാധികാരികളെ തച്ചുടച്ച് പുതിയ ഭരണാധികാരികളെ ഏൽപ്പിച്ച് നാട്ടുകാർക്ക് ആ സ്ഥലം വിടുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ എല്ലാ നാട്ടിലും പാലസ്തീന് അനുകൂലമായ പ്രകടനം നടക്കുന്നുണ്ട്. വളരെ കുറച്ച് പേർ മാത്രം. എന്നാലും അവരെന്താ ചിന്തിക്കുന്നില്ലേ? ഇതാ ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ എത്തി. 1753 ഇതായിരുന്നു ഫസ്റ്റ് പബ്ലിക് നാഷണൽ മ്യൂസിയം. 1753 കിങ് ജോർജ് രണ്ടാമൻ ബ്രിട്ടീഷ് മ്യൂസിയം ആറ്റിലൂടെ കൊണ്ടുവന്ന മ്യൂസിയം. 1857 ഇവിടെ ഒരു റൗണ്ട് റീഡിംഗ് റൂമുണ്ട്. അവിടെ മഹാത്മാഗാന്ധി വായിക്കാൻ വന്നിരുന്നു. അതുപോലെ കാറൽ മാർക്സും. ഇവിടെ ഇന്ത്യയുടെ പല സാധനങ്ങളുമുണ്ട്. അമ്പലങ്ങളിലെ ശ്രീബുധൻ്റെ വളരെ കൂടുതലുണ്ട്. അമരാവതി ആന്ധ്രയിലാണ്. അവിടുത്തെ ശ്രീബുധൻ്റെ എന്തോ ഫലകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ മുഴുവൻ കയറി കാണാൻ കഴിഞ്ഞില്ല. വളരെയധികം സമയം കുറവായിരുന്നു. അതും കയറാൻ എന്തൊരു ക്യൂവായിരുന്നു എന്നറിയാവൂ. ആ ക്യൂവിൽ നിന്നാണ് ഇതിൽ കയറേണ്ടി വന്നത്. ഇത്രയും തിരക്കുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഇവിടെ ഒരു വർഷം 60 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ വിജ്ഞാനം പകരുന്ന മ്യൂസിയമാണ്. പക്ഷേ 2 ദിവസം എങ്കിലും വേണം. ഒരു ദിവസം ഉണ്ടെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് കാണാമായിരുന്നു. 2-3 മണിക്കൂർ കൊണ്ട് എന്ത് കാണാൻ സാധിക്കും? ഫോട്ടോ പോലും എടുക്കാൻ കഴിയുന്നില്ല. കാരണം അത്രേ തിരക്കാണ്. അവരെ മാറ്റി നിർത്തി എങ്ങനെ എടുക്കാനാണ്? 3-4 നിലയിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അതുപോലെ ഇഷ്ടംമാരെ റൂമുകളുമുണ്ട്. ഞാൻ ഇന്ത്യയെ സംബന്ധിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോയുള്ളൂ.
അതും മുഴുവൻ കാണാൻ സാധിച്ചില്ല. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ വാൾ ഇവിടെയുണ്ട്. അത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ചെറിയ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ ടിപ്പു സുൽത്താനെ കൊന്ന വാൾ കണ്ടു. ഇവിടെ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വാൾ അതിവിടെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം തോന്നി. പിന്നീട് ആകർഷിച്ചത് ഈജിപ്തിലെ മമ്മികളാണ്. അതിവിടെ ധാരാളമുണ്ട്. ആ മമ്മികൾ അടക്കം ചേരുന്ന പെട്ടികളുമുണ്ട്. ശ്രീബുദ്ധൻ അധികവും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ബുദ്ധപ്രതിമകൾ ധാരാളമുണ്ട്. ഈ വ്യക്തി ഇവിടെ ഇരുന്ന് ആ രൂപം നോക്കി ഡ്രോയിങ് ചെയ്യുകയാണ്. അതിന് ഇവിടെ വന്ന് സമയം കിട്ടുമല്ലോ, നല്ല അന്തരീക്ഷമല്ലേ. പക്ഷേ ഈ ബഹളത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ വരയ്ക്കാൻ കഴിയുന്നു, അതെന്നെ അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം ഇന്ത്യയിലെ പ്രതിമകളാണ്. കോഹിനൂർ ഇവിടെയല്ല സൂക്ഷിച്ചിരിക്കുന്നത്. അത് തേംസ് നദിയുടെ തീരത്തുള്ള ഒരു മ്യൂസിയത്തിലാണ്. ആ മ്യൂസിയം അകത്ത് കയറി കണ്ടില്ല, പുറത്ത് കണ്ടു. അതിന് ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇതിന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതാ ടിപ്പു സുൽത്താൻ്റെ വാള്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പടവും ടിപ്പു സുൽത്താൻ്റെ വാളും നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പല മ്യൂസിയങ്ങളും കാണാൻ സാധിക്കും. ആധുനിക മ്യൂസിയങ്ങൾ എല്ലാ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഒരെണ്ണം വെച്ച് തുടങ്ങണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതൊരു നല്ല കാര്യം. ഇതാ മമ്മി വെച്ചിരുന്ന പെട്ടികൾ. ഈ മമ്മികളെ കണ്ടോളൂ. ആ മമ്മികളെ കാണാൻ ഒരു ആകർഷണം. പക്ഷേ അത് മരിച്ച ശവങ്ങളാണെന്ന് ഓർക്കുമ്പോൾ മനസ്സിനൊരു വിഷമവും. ഇതാ കളിപ്പാത്രങ്ങളുടെ ശേഖരം. അങ്ങനെ നമ്മുടെ നാട്ടിലും ഇതിന് ഇത്രയും വലിപ്പമില്ലെങ്കിലും നല്ല നല്ല മ്യൂസിയങ്ങളുണ്ട്. ഞാൻ വേലുത്തമ്പി ദളവയുടെ മ്യൂസിയം കണ്ടിരുന്നു. അതും നമ്മൾ കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ അത് കാണണേ. അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പോയി കാണുകയും വേണം. ഇതാ ഇവിടെയാണ് റീഡിങ് റൂം. ഈ ലൈബ്രറി ഇവിടെ നിന്ന് മാറ്റി. അതിൻ്റെ ഭംഗി അകത്ത് കയറിയാൽ കാണാം. ഈ മുറികൾ ധാരാളമുണ്ട്. പല സ്ഥലത്തും ഷോപ്പിംഗ് കടകളും ഉണ്ട്. ഇത് പ്രത്യേകം നമ്മുടെ ഭാരതത്തിൻ്റെ മുമ്പേ എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഞാൻ കയറി. അവിടെ ഒന്നുമില്ല. ഈ 2 പ്രതിമകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ലൈബ്രറി റീഡിങ് റൂമും. ഈ റീഡിങ് റൂമിലാണ് മഹാത്മാഗാന്ധിയും കാറൽ മാർക്സും വായിക്കാൻ വന്നിട്ടുണ്ട്. അതിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഗൂഗിളിൽ തപ്പിയപ്പോൾ കിട്ടിയതാണ്. ഈ ലൈബ്രറി റീഡിങ് റൂമിൽ കണ്ട എന്തോ ഒരു ആകർഷണമാണ്. പണ്ടത്തെ കാലത്ത് ഇതുപോലത്തെ റീഡിങ് റൂമേ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. അന്നത്തെ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ഏത് പുസ്തകമാണ് കണ്ടിട്ടുള്ളത്? ഇവിടെ വെള്ളം കുടിക്കാം. ആ പൈപ്പ് ലോക്ക് ചെയ്ത് വെക്കുന്ന സംഗതി, അതെ, പൈപ്പിൻ്റെ ടാപ്പ് നല്ല രസമാണ്. ആ വായിൽ കൂടിയാണ് വെള്ളം വരിക. ഇവിടെ പുറത്തിറങ്ങി, ഇതാണ് മുൻവശം. പുറകിൽ കൂടിയാണ് കയറ്റുന്നത്. ഇറങ്ങി പോരുന്നത് മുൻവശത്തോടു കൂടി. ഈ മ്യൂസിയം എന്തൊരു ആകർഷണമാണ്. പഴയ ബിൽഡിങ് ആകർഷണത്തോടെ ഇപ്പോഴും നിൽക്കുന്നു. ഇവിടെ ചായയും എല്ലാം കിട്ടും. ആ ഒരു ഹോട്ടലാണ് ഈ കട. ഞങ്ങൾക്കിനി തിരിച്ച് പോകണം. അതിനു വേണ്ടിയുള്ള യാത്രയായി ടൗണിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഒരു ചെറിയ ഭക്ഷണം കഴിച്ചു. ഇനി ട്രെയിൻ പിടിച്ച്, അതെ, ട്യൂബ് പിടിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കാറിട്ടിരിക്കുന്നത്. അവിടുന്ന് കാറെടുത്ത് റഗ്ബിയിലേക്ക് പുറപ്പെടണം. 1.5 മണിക്കൂറത്തെ ഡ്രൈവിംഗ് ഉണ്ട്. ഇവിടുത്തെ ഡ്രൈവിങ് സുഖമാണ്. മുമ്പിൽ കൂടിയോ ആ ഒരു വണ്ടികളും വരില്ലല്ലോ. എല്ലാം ട്രാഫിക് നിയമം അനുസരിച്ചേ പോവുകയുള്ളൂ. എൻ്റെ ചാനൽ ഷെല്ലി MF.